ഇതെന്തൊരു നീ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ നിൽക്കണേ? ഞാനേ നിശാഗന്ധിയുടെ മുട്ടെങ്ങാനും ഇടുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുക. ഇതല്ലേ ഈ ചെടി ഇത് മുരിങ്ങക്കൊമ്പാട്ടാ. ഇത് വന്നിട്ട് അതിന് നിശാഗന്ധി ഇപ്പുറത്തുണ്ട്. അത് മുരിങ്ങക്കൊമ്പില് ജസ്റ്റ് കെട്ടി വെച്ചിരിക്കും ഇങ്ങനെ താഴെ വീഴാതിരിക്കാൻ വേണ്ടിട്ടേ. ഇവിടുത്തെ ആന്റിക്ക് ആലീസ് അവര് മോന്റെ വൈഫിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. വൈകുന്നേരത്ത് വരും. ആന്റി ആലീസ് എന്നാണ് ആന്റിയുടെ പേര്. ആന്റി നല്ല കഥ എഴുത്തുകാരിയാണ് കേട്ടോ. അപ്പൊ ഇനിയൊരു വീഡിയോയില് പരിചയപ്പെടുത്തും. അതെ അതെ അതെ. അപ്പൊ ഇത് കറുത്തമറുകുള്ള പെൺകുട്ടി. എനിക്ക് ഈ ബുക്ക് എഴുതിയ ബുക്ക് തന്നിട്ടുണ്ട്. നല്ല രസാട്ടോ. ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്കൊക്കെ അത് വായിക്കാൻ രാത്രി നേരത്തൊക്കെ ഇരുന്ന് വായിച്ചു കൊടുക്കും അവർക്ക് ഈ കഥകള്. അത് കേട്ട് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. കഥാസാഹിത്യം എല്ലാം അതെ അതെ. അപ്പൊ പരിചയപ്പെടുത്തണം. അതന്നെ ഞാൻ ഇങ്ങനെ പറയാൻ വന്നത്. അപ്പൊ നിശാഗന്ധി ഞാൻ പറഞ്ഞത് നിശാഗന്ധി കേട്ടോ. നിശാഗന്ധി ഞാൻ കേട്ടിട്ടുണ്ട് ഈ പാട്ടിലൊക്കെ. നിശാഗന്ധി പൂത്തുലഞ്ഞു അതന്നെയല്ലേ പാട്ട്? അതല്ലേ മറ്റേതിലത്തെ പാടുന്നു. അപ്പോ അങ്ങനെ നിശാഗന്ധി കേട്ടിട്ടുണ്ട്. പക്ഷെ ചിത്രങ്ങളിൽ ഞാൻ കണ്ട എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇത് നിശാഗന്ധിയാണെന്ന് പറഞ്ഞിട്ട് ആന്റി പറഞ്ഞു തരുന്നത്. പിന്നെ ഒരു ദിവസം ഉണ്ട് രാത്രി പൂത്തിരിക്കണു. പൂക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 8 മണിയാകുമ്പോൾ ഇങ്ങനെ വിരിയാൻ തുടങ്ങും. അത് ശരിക്കും ഒരു 12 മണിയാകുമ്പോൾ നന്നായി ഇങ്ങോട്ട് വിരിഞ്ഞ് നിൽക്കും കേട്ടോ. ഇനി ഒരു പ്രാവശ്യം പൂക്കണ സമയത്ത് വീഡിയോ എടുക്കണം കേട്ടോ ചേട്ടാ. നല്ല മണം. പക്ഷെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അതിന് മണമില്ല കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ദൂരത്തെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മണം നല്ല മണാണ്. അപ്പൊ എനിക്ക് അതിന് ശേഷം ഇപ്പൊ ഇതില് മൊട്ട് വിരിഞ്ഞ് നിൽക്കുമ്പോ അത് കാണാൻ നമുക്കൊരു ഇഷ്ടമാണല്ലോ. അപ്പൊ ഇപ്പൊ എപ്പോഴും ഞാൻ ഇറങ്ങി വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഞാൻ ഇതില് മൊട്ടിട്ടുണ്ടോ എന്ന് എപ്പോഴും നോക്കും. അതപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടാ. പഠിക്കില്ലേ? നാളെ കഴിയും. നാളെ കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഹാപ്പി ഞാൻ അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് പിള്ളേര് കേട്ടോ. ജാതിമരം നമ്മുടെ ഈ ജാതിമരം കണ്ടിട്ടാണ് ഇന്നലെ ഫാമിലിയായിട്ട് മറ്റേ എന്താ പേര് ബിനീഷ് വന്നു പറഞ്ഞില്ലേ. അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോയിലും ഈ ഒരു ജാതിമരം കാണാം. അപ്പൊ പുറത്തു നിൽക്കുന്ന വീഡിയോയിലൊക്കെ അപ്പൊ ഇത് കണ്ടിട്ട് വീടിന്റെ ഒരു വഴിയൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ജാതിമരത്തിന് ഒരു പ്രത്യേകതയാണ് ഇവിടെ അല്ലെ. ഇങ്ങനെ പന്തലിച്ച് നിൽക്കുമ്പോ ബാൽക്കണിയില് നല്ല തണലാണ് ഇവിടേക്ക്. ഞങ്ങളുടെ ബാൽക്കണിക്ക് നല്ല തണലുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ കിളികളും വന്നിരിക്കുമ്പോഴേ ഒരു പ്രത്യേക രസമാണ്. കിളികളും ശ്രീ പഠിച്ചു പോയിട്ട് ഓളിട്ട് പരീക്ഷ ആയില്ലെങ്കിലും തന്നെ അവരുടെ അപ്പുവിടെ പഠിക്കുന്നുണ്ട് പോയിട്ട് പൊക്കോ. അയ്യോ ഇപ്പോഴത്തെ വെയിൽ കൊള്ളണ്ട, തലവേദന എടുക്കും. കുറച്ചുകൂടി കഴിയട്ടെ, 5-5:30 ആവട്ടെ, എന്നിട്ട് കാണാം. കൊള്ളാം. പരിപാടി ഇന്ന് എനിക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഇവിടെ പാറമേക്കാവ് അമ്പലത്തില് തിരുവാതിരക്കളി ഉണ്ട്. അപ്പൊ ഒരു 5:30-5:45 അവിടെ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു 5-5:30 പോണം. 5:30 അങ്ങനെ കടലാസ് പൂ. നിങ്ങളുടെ എന്താ പറയുന്നത്? കടലാസ് പൂ തന്നെ പറയൂ. ഇതൊക്കെ പടർന്ന് പന്തലിച്ച് കിടക്കും. സൈക്കിളോട്ട് പഠിക്കില്ലേ? ആ പഠിക്കണ സമയത്തൊക്കെ ഇത് പടർന്ന് പന്തലിച്ച് കിടക്കും. ഇതിന്റെ മുകളിൽ നിന്ന് വീഴാ. ഞങ്ങൾ സൈക്കിളോട്ട് പഠിക്കുന്ന സമയത്തൊക്കെ വെള്ളം വേണമെങ്കിൽ നനച്ചു കൊടുക്കണം അല്ലേ? വാടിയിട്ടുണ്ട് ചെടികളെ, നനച്ചു കൊടുക്കണം പറയാ. എന്ത് ചെടിയാന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ ശരിക്കും എനിക്ക് അങ്ങനെ എന്താ പറയാ, ചിലർക്ക് ഗാർഡനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. എനിക്ക് അതൊന്നും പണ്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ.
ഈ പറഞ്ഞ പോലെ 10 മണിപ്പൂ 2 മണിപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കറിയോ ആ പൂ, അങ്ങനത്തെ പൂവിനെ? അത് പെട്ടെന്ന് വളരൂലോ. അപ്പൊ അതൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ വലുതാവും തോറും അതിന്റെ ഇഷ്ടങ്ങളൊക്കെ പോയിട്ടാ എനിക്ക്. പിള്ളേരുടെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നില്ലേ നമ്മള് വീഡിയോ ചെടികളുടെ ഇതിലേക്ക് പോയി. അതെ കുട്ടികളുടെ ചെറുപ്പത്തിലുള്ള ഒരു കാര്യം. ഇപ്പൊ ചിലപ്പോ ചില കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ ഇങ്ങനെ. അതായത് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ ഇവർക്ക് അറിയില്ലല്ലോ ഓരോ സംഭവങ്ങൾ, ഓരോ സാധനങ്ങൾ എടുത്തിട്ട് വായിലിടുക, മൂക്കിലിടുക, ചെവിയിലിടുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങളുടെ മക്കളും ഇതേമാതിരി ഒരു വലിയ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പക്ഷെ നമുക്ക് ആ സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ പറയണ. മോന്റെ കാര്യം. ആദ്യം മോൻ അവൻ LKG പഠിക്കുകയായിരുന്നു. LKG പഠിക്കുമ്പോൾ അവന് 2 ദിവസമായിട്ട് അന്ന് ആ സമയത്തേ ചെവി വേദനയും ഒരു ജലദോഷത്തിന്റെ ഇങ്ങനെയൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു സംഭവങ്ങൾ. അപ്പൊ ഞാന് മരുന്ന് കൊടുത്തു. അപ്പം അവന് കുഴപ്പമില്ല. മരുന്ന് കൊടുത്തപ്പോൾ അവന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് വിടുകയും ചെയ്തു. ചെറിയൊരു ജലദോഷം, ചെറിയൊരു ഇതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് വിടുകയും ചെയ്തു കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് ഉച്ചയ്ക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മീറ്റിങ്ങിന് പോയ സമയത്ത് അപ്പം അവൻ എൻ്റെ അടുത്ത് വന്ന് അപ്പം അവനെ എൻ്റെ അടുത്ത് വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു വൈകുന്നേരത്ത് വിളിക്കാൻ പോയപ്പം. അപ്പോൾ എന്താണ് അവ കുട്ടിക്കൊരു വയ്യാകെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്താന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ചെവി ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവൻ. അപ്പം ചെവി വേദന മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇങ്ങനെ ചെവി ഇങ്ങനെ കാണിക്കുന്നത്? അപ്പം ഞാൻ ചെവി ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കിയപ്പം അതിൻ്റെ ഉള്ളിലൊരു മുത്ത് പോലത്തെ സംഭവം. അപ്പോൾ മുത്താണോ ഈശ്വര, എന്താണോ എന്നിട്ട് എനിക്കാകെ ടെൻഷനായിട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് അപ്പുറത്തെ ചെവിയും തുറന്നു നോക്കിയപ്പോൾ അതിലും ഇരിക്കണു ഇതേപോലത്തെ മുത്ത് പോലത്തെ ഒരു. അപ്പം ഞാൻ വിചാരിച്ച ചെവിയുടെ ഉള്ളിലത്തെ ആ ഒരു വെള്ളപ്പാട പോലെ ഇല്ല, അതായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഞാൻ അപ്പം തന്നെ അവിടെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ മോളെ ഇത് മുത്താണ് ചെവിയിൽ, വേഗം ഡോക്ടറെ അടുത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആകെ ടെൻഷനായി. അയ്യോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവനാണെങ്കിൽ അവനൊരു സുഖമില്ല, ഒരു എന്താ പറയുക, ഒരു പനിയുടെ പോലത്തേക്ക് ഒരു ലക്ഷണങ്ങൾ വരികയും ചെയ്തു ആ ടൈമിൽ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വേഗം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വേഗം പോയപ്പം അവർ വേഗം നോക്കിയിട്ടോ, ചെവിയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഉണ്ടോ ആ ഡോക്ടർ പറഞ്ഞത് ഒരു ചെവിയിലേ മുത്തുള്ളൂ എന്നാണ്. മുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ മാലകളുടെ അപ്പൊ ചെവിയില് കൊണ്ടിട്ടിരിക്കണേ, എന്താ ചെയ്യാ പറയേ. അപ്പൊ അത് ഒരു ചെവിയിലിടുന്നത് ഓക്കെ, 2 ചെവിയിലും കൊണ്ടിടുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പം അപ്പൊ തന്നെ അവര് ഡോക്ടേഴ്സ് അതിൻ്റെ ഉള്ളിൽ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഇവനാണെങ്കിൽ എൻ്റെ അടുത്തൊന്നും അങ്ങോട്ട് മാറണില്ല കേട്ടോ. അവൻ എന്തോ ഒരു പേടി വന്ന മാതിരിയൊക്കെ ആയി. അപ്പൊ എന്നിട്ട് അവർ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് എടുക്കാൻ നോക്കിയപ്പോൾ അവന് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പൊ ചെവിന്ന് ചെറുതായിട്ട് പഴുപ്പും വരണ പോലെ ആയി കേട്ടോ. അപ്പൊ ഇവന് വേദനയും ആയപ്പോൾ കുട്ടി തീരെ സമ്മതിക്കുന്നില്ല. അപ്പൊ എന്തായെന്നറിയോ, ഈ ചെവിയിലത്തെ ആ മുത്ത് ഒന്നുകൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് നീങ്ങിയപ്പോൾ പിന്നെ ENT ഡോക്ടർ വന്നു. അവിടെ സാധാരണ ഡ്യൂട്ടി ഡോക്ടറാണ് ഇതിങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കിയത്. അപ്പം അത് ശരിയായി കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ENT ഡോക്ടർ വന്നു. ENT ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ 2 ചെവിയിലും അന്ന് 2 ചെവിയിൽ ആ ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഉണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവനെ ഒന്ന് മയക്കാം, അനസ്തേഷ്യ. അല്ല, അത് നിന്നോടല്ല പറഞ്ഞത്, എന്നെ മാറ്റി നിർത്തി എന്നോട് സംസാരിച്ച. അപ്പൊ എന്നെ മാറ്റി നിർത്തിട്ട് സംസാരിച്ചപ്പോ അവൾക്ക് പേടിക്കാൻ തുടങ്ങി. എന്തോ സംഭവം പേടിച്ചു തുടങ്ങി. അവര് ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോ പേടിപ്പിക്കാന്ന് പറയുമ്പോ മാറ്റി നിർത്തിയിട്ട് നമുക്കത് മയക്കിയിട്ട് ഒരു നീഡിൽ ഇറക്കും. നീഡില് ഈ മുത്തിന്റെ സൈഡിൽ കൂടെ ഇറക്കിയിട്ട് അവരെന്തോ അഡ്ജസ്റ്റ്മെന്റ് ആണത്, അടിയിൽ എന്തോ ഒരു സ്റ്റോപ്പർ വരെ അങ്ങനെ എന്തോ സംഭവമാണ്. എന്നിട്ട് അത് വെച്ചിട്ട് എടുക്കാണ്. പക്ഷെ അതിന് അനസ്തേഷ്യ കൊടുക്കണം. കാരണം ഇവന് പെയിൻ ഉണ്ടല്ലോ, വേദനയുണ്ട്, പിന്നെ ഇവനെ ഇളക്കണില്ല, ചെറിയ കുട്ടിയാണല്ലോ, ഒരു ഭാഗത്ത് ഒതുങ്ങി ഇരിക്കില്ലല്ലോ, അങ്ങനത്തെ ഒരു മയക്കണം, അനസ്തേഷ്യ എന്നൊക്കെ പറഞ്ഞപ്പോ പേടിയായി. അയ്യോ, അപ്പൊ ഞങ്ങള് പറഞ്ഞു അയ്യോ എനിക്കിത് എന്നെ മാറ്റി നിർത്തി വിളിച്ചപ്പോ ഒരു പേടി. ഇപ്പൊ ഹോസ്പിറ്റലുകാരും അല്ല, ഇപ്പൊ കൂടുതൽ പൈസക്ക് വേണ്ടിട്ടാണോ അങ്ങനെ പേടിച്ചു. ഞങ്ങളത് കൊണ്ടുപോകാൻ പറഞ്ഞു. കൊണ്ടുപോയിട്ട് അങ്ങനെ അവിടുന്ന് കൊടുന്നു. എന്നിട്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ വേറെ ഹോസ്പിറ്റലുണ്ട്. ഡോക്ടറെ കാണിച്ചു, ഡോക്ടറേനെ. അവിടെ അപ്പൊ ഡോക്ടറെ ഞങ്ങള് ചോദിച്ചു ഇനിയിപ്പോ എന്താ ചെയ്യാ, ഇനിയിപ്പോ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് അവര് പറയണ അങ്ങനെ കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. അല്ല, അവര് പറഞ്ഞത് പേടിപ്പിക്കുന്ന രീതിയിലായിരുന്നേ. അപ്പൊ എന്നിട്ട് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ നോക്കിയിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഹോസ്പിറ്റലല്ല, നമ്മള് പിന്നെ നേരെ സ്പെഷ്യലിസ്റ്റിനെ വീട്ടില് അവിടേക്കാ പോയത്. അപ്പൊ ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടർ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നോക്കിട്ട് അത് മുത്താണ്, 2 ചെവിയിലും ഉണ്ട്, ഒരു കാര്യം ചെയ്യൂ, വേദനയുടെ മരുന്ന് ഇപ്പൊ തൽക്കാലം കൊടുക്കൂ, എന്നിട്ട് നാളെ രാവിലെ നേരിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അത് എടുത്തോളൂ. ചെറുതായിട്ട് മയക്കേണ്ടി വരും, അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ ഡോക്ടർ 2 ഹോസ്പിറ്റലും ഡോക്ടർമാരും ഒരേ കാര്യം തന്നെ പറഞ്ഞത്. പക്ഷെ ഈ ഡോക്ടർ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, അവര് കുറച്ച് പേടിപ്പിച്ചിട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് പേടിയാവുന്ന പറഞ്ഞു, 2 പേരും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ എന്താ പറയാ, നമുക്ക് ഭയങ്കര ടെൻഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ. ആകെ എന്താ പറയാ, ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാലും നമുക്കൊരു തന്നെയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം പറഞ്ഞു രാവിലെ നേരത്തെ ഒന്നും കൊടുക്കണ്ട, ഭക്ഷണം ഒന്നും കൊടുക്കണ്ട, വേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തോളാം, അങ്ങനെ എന്തോ പറഞ്ഞു തോന്നുന്നുണ്ട്, അത് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ രാവിലത്തെ ഭക്ഷണം ഒന്നും കൊടുക്കരുത്, പാലൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്നോട്. അപ്പോ ഇവനാണെങ്കിൽ ചെറിയ കുട്ടിയല്ലേ, നമ്മള് ഇപ്പൊ രാവിലെ എങ്ങനെയാ കുട്ടിക്കൊന്നും കൊടുക്കാണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ആകെ ഇതായിട്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് പാല് കൊടുത്തു കുട്ടിക്ക്. അപ്പൊ കുട്ടിക്ക് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ എന്ത് വെച്ചാൽ നേരെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞ് മോളേനെ അമ്മയുടെ അടുത്തൊക്കെ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ അനസ്തേഷ്യയുടെ ENT ഡോക്ടർ വേറെ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി വീട്ടിൽ പോയി കാണിച്ച ഡോക്ടർ ഹോസ്പിറ്റലിൽ വരില്ല, ഒത്തിരി പ്രായമായിട്ടുള്ള ഡോക്ടറാണ്, ഇങ്ങനത്തെ ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അത് കുഴപ്പമില്ല, സിമ്പിളായിട്ട് എടുക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അനസ്തേഷ്യ ഡോക്ടർ എന്തെങ്കിലും കുട്ടിക്ക് കൊടുത്തോ ചോദിച്ചു കേട്ടോ എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ ഒരു 1/2 ഗ്ലാസ് പാല് കൊടുത്തു, ദാഹിക്കില്ല, ഇത്ര നേരം ഉറങ്ങിയിട്ടതല്ലേ, അതുകൊണ്ട്. അവനാണെങ്കിലോ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഗ്ലാസ് പാല്, അവനത് ചെറുപ്പത്തിൽ ഭയങ്കര ഒരു ഇതാ, രാവിലെ എണീറ്റത് അവന് ആ പാല് വേണം. അപ്പം നമുക്ക് പാല് കുട്ടിക്ക് കൊടുക്കാണ്ടിരിക്കുമ്പോൾ ഒരു വിഷമല്ലേ. അപ്പം ഞാൻ ഒരു 1/2 ഗ്ലാസ് പാല് കൊടുത്തു കേട്ടോ. എന്നിട്ട് അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അയ്യോ പാല് കൊടുത്തൂല്ലേ എന്ന് പറഞ്ഞു. അതെ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ചെയ്യേണ്ടത് കുറച്ചുകൂടി ലേറ്റായി, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അപ്പം കുറച്ച് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. പഠിക്ക് പോയിട്ട് അവിടെ ഇരിക്കണം, ചെവിയില് മുത്തിട്ട ആള്. അതെ, ആദ്യം മുത്തിട്ടത്, അത് കഴിഞ്ഞിട്ട് പിന്നെ മോള് അവളും മുത്തല്ല, അത് പറയാം. അപ്പൊ എന്നിട്ട് ഹോസ്പിറ്റലിൽ പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഒരു മരുന്ന് കൊടുത്തു, അവന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ സിസ്റ്റർമാർ വന്നിട്ട് അപ്പം എൻ്റെ തോളത്ത് ഇങ്ങനെ കിടക്കുക അവൻ. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അപ്പം സുഭാഷേട്ടനും സൗമ്യ ചേച്ചിനും ഞാൻ വേഗം വിളിച്ചു. ചേച്ചി എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്തോ പോലെ, കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ കുട്ടീനെ അങ്ങനെ നമുക്കൊരു പേടി എന്താണല്ലോ, ആദ്യമായിട്ടാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററും കാര്യങ്ങളൊക്കെ അതന്നെ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയാണ്. അപ്പം എന്നിട്ട് സുഭാഷേട്ടനും എൻ്റെ അന്ന് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ചേച്ചിയും ചേട്ടനും കൂടെ വന്നു നമ്മുടെ കൂടെ കുറച്ച് നേരം നിന്നു കേട്ടോ, സമാധാനിപ്പിച്ച്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊരു ധൈര്യമാണല്ലോ. അപ്പോൾ അവർ വന്നു. എന്നിട്ട് പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഇപ്പോൾ അവനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് സിസ്റ്റർമാർ വന്നിട്ട് അവനെ എടുത്തപ്പോൾ അവങ്ങനെ എനിക്ക് നോക്കിയപ്പോൾ പോണില്ല. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു വാ നമുക്ക് ഡോറേനെ കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി. അയ്യോ അത് കൊണ്ടുപോയിട്ട് എനിക്ക് ആകെ ടെൻഷനായിരുന്നു. ഞങ്ങൾ ആ കുറച്ച് നേരം നമ്മൾ പുറത്തിരിക്കണമല്ലോ കുട്ടീനെ ഉള്ളിൽ ആക്കി. അയ്യോ ഭയങ്കര ഇതായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ അല്ലേ, അരമണിക്കൂറിൻ്റെ ഉള്ളിൽ പിന്നെ വിളിച്ചു കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒരു പഞ്ഞിയിൽ 2 മുത്ത് കൊണ്ടോക്കോളൂ, ഞങ്ങൾക്കൊന്നും ഇത് ആവശ്യമില്ല, ശ്രദ്ധിക്കിട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഡോക്ടറും പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, അത് മയക്കം തെളിയാനൊരു ഇതുണ്ടാവും പറഞ്ഞു. മയക്കം തെളിയുന്ന സമയത്ത് അവൻ ഭയങ്കര അക്രമം കാണിക്കുന്നു. അതെ അതെ, കുറച്ചൊന്ന് പേടിപ്പിക്കും, അത് കുഴപ്പമില്ല, അത് ആ മയക്കത്തുനിന്ന് വരുന്ന ഒരു സമയമാണ്. ഭയങ്കര ബലപ്പെടുത്തായിരിക്കും, ഭയങ്കര. എന്നിട്ട് ഞാൻ അടുത്തുന്നത് അവൻ എന്നെ എന്നിട്ട് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നോളൂ, അവിടെ മോനുണ്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ അവനെങ്ങനെ വന്നിട്ട് അവന് അമ്മയാണെന്നും അച്ഛനാണെന്നും ആരേനെയും അറിയണില്ല, കണ്ണൊന്നും അവന് കണ്ണ് തുറക്കാൻ പറ്റില്ല, അവൻ കിടന്നിട്ട് ഒരു ബലം പിടിക്കുക. അപ്പൊ എന്നിട്ട് സിസ്റ്റർമാര് പറഞ്ഞു കുട്ടീനെ മുറുക്കെ പിടിച്ചോളോ വീഴണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾക്ക് പിടിച്ചിട്ട് ആ ചെറിയ കുട്ടിയാണ് അവൻ,
പക്ഷെ നമുക്ക് പിടിച്ചിട്ട് ഒതുങ്ങണില്ല, കിടന്ന് അങ്ങനെ ഒരു ജാതി മുറുക്കി പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് മുറുക്കി പിടിച്ചു. അത് ശരിയാണ്. ഞങ്ങള് രണ്ടുപേരും പിടിച്ചിട്ടും ഭയങ്കര ഇത്. എന്നിട്ട് എനിക്ക് നമുക്ക് കരച്ചിലും ഉണ്ട്, കുട്ടീനെ ഇതാക്കണം. അപ്പോൾ സിസ്റ്റർമാര് പറഞ്ഞു, മോളെ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഇങ്ങനെ അന്ന് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സുഭാഷേട്ടന്റെ വീട്ടില് ഒരു അണ്ണാൻകുട്ടിയില്ലേ, അവര് അണ്ണാൻകുട്ടീനെ ഇങ്ങനെ ചെറുപ്പത്തിൽ കൊണ്ടുവന്നിട്ട് അതിന് ഫുഡൊക്കെ കൊടുത്തപ്പോൾ അത് എപ്പോഴും അവരെ വീട്ടിലേക്ക് വരും. അപ്പൊ ഞങ്ങള് വീട്ടിൽ അവിടേക്ക് പോണ സമയത്ത് ഈ അണ്ണാൻകുട്ടിയുടെ കാര്യമൊക്കെ അതൊക്കെ കാണാറുണ്ട്. ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ഈ അണ്ണാൻകുട്ടിയുടെ കാര്യമാണ് അവനോട് പറഞ്ഞു. അപ്പോൾ അണ്ണാൻകുട്ടീനെ കാണണ്ടേ നമുക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ അപ്പൊ ആ സമയത്ത് ഒന്നും അവന്റെ ആ ഒരു ഇത് കുറയും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഉറങ്ങിയിട്ട് പിന്നെ അങ്ങനെ അപ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനം. പിന്നെ ഒരു ദിവസം ഞങ്ങൾ അവിടെ കിടന്നു. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് വന്നത്. അങ്ങനെ വലിയൊരു സംഭവം മോൾക്ക് അത് കഴിഞ്ഞിട്ട് മോളും ഇതേപോലെ ഒരു സംഭവം ചെവിയിൽ കൊണ്ടിട്ടു കേട്ടോ. അത് പക്ഷെ മുത്തല്ല, അത് പെൻസിലിന്റെ മൊനയില്ലേ, അത് 2 വർഷം മുമ്പ് എന്താ 2 വർഷം മുമ്പേ ഈ 2 വർഷം മുമ്പ് അവള് ഒന്നും പറയണ്ട, രണ്ടുപേരും ഭയങ്കര ആൾക്കാരാണ്. അപ്പോ എനിക്ക് പിന്നെ ഇവന് ഈ ചെവിയില് ഇതിട്ടതിന്റെ ഇത് ഉണ്ടല്ലോ, ഒരു എക്സ്പീരിയൻസ് മുന്നേ കിട്ടിയപ്പോ നമുക്ക് കുറച്ച് ധൈര്യമായിരുന്നു മാത്രം. അപ്പൊ ഇവള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇവള് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവര് തമ്മിൽ സംസാരിക്കുക, മോനും മോളും കൂടിയിട്ട് കേട്ടാ. അപ്പൊ അത് ഇവര് തമ്മിൽ ചേച്ചി അമ്മോട് പറ മോൻ. അപ്പൊ വേണ്ടടാ, ഇനിയിപ്പോ എങ്ങനെ ചീത്ത പറഞ്ഞാലോ, ഇനിയിപ്പോ അന്നത്തെ പോലെ നിന്നെ ഓപ്പറേഷൻ അതൊക്കെ ഓർമ്മയുണ്ട് മോനെ, അതൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ അതൊക്കെ നിന്നെ ഓപ്പറേഷൻ ചെയ്ത് മുത്തെടുത്ത പോലെ എൻ്റെ എടുക്കേണ്ടി വന്നെങ്കിലോ, അതുകൊണ്ട് പറയണ്ടെന്നൊക്കെ. അപ്പൊ ഞാൻ എന്നിട്ട് ഇവര് ഉരുണ്ട് കളി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്താ സംഭവം. എന്നിട്ട് എന്താ ചോദിച്ചപ്പോഴാണ് പറയണത്, ഈ പെൻസിലിന്റെ മോന അതിന്റെ ഉള്ളിലേക്ക് വീണു. അത് അവളിങ്ങനെ ചൊറിയ എന്തോ ചെയ്തതാന്ന്, അത് ഒടിഞ്ഞ് അതിന്റെ ഉള്ളിലേക്ക് പോയി. ഞാൻ നോക്കിയപ്പോ സാധനം അവിടെ ഇരിക്കണു. നമുക്ക് എന്താ ചെയ്യാ, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മക്കൾക്കൊക്കെ എന്തേലും നമുക്ക് ഇടപെടാൻ എനിക്ക് നല്ല ധൈര്യ കുറവാണ് കേട്ടോ, പേടിയാണ്. അപ്പൊ എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ ഡോക്ടറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇതേപോലെ തന്നെ ഡ്യൂട്ടി ഡോക്ടർ നോക്കിയപ്പോൾ എടുക്കാൻ തീരെ സമ്മതിക്കില്ല കുട്ടി, ഒറ്റ അടിക്ക്. അവൾക്ക് നല്ല പേടി. അപ്പൊ എന്നിട്ട് പിന്നെ വീണ്ടും ENT ഡോക്ടറെ വിളിച്ചു. രാത്രി ഒരു 10-11 മണിയായി ഞങ്ങൾ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ ENT ഡോക്ടറെ വിളിച്ചിട്ട് വന്ന്. അപ്പോൾ ENT ഡോക്ടർ നോക്കിയപ്പോൾ സെയിം ഇതേപോലെ തന്നെ അവള് സമ്മതിക്കണില്ല. അത് വേറെ ഹോസ്പിറ്റലാണ്. അപ്പം അവിടെ പോയപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ എതിരെ ഇത് വന്നിട്ട് മൊനയാണല്ലോ, പെൻസിലിൻ്റെ അറ്റങ്ങനെ സൂചി പോലെയല്ലേ, എങ്ങാനും ആ ചെവിയുടെ തട്ടി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിതുപോലെ ഇതുപോലെ നല്ല അനസ്തേഷ്യ കൊടുത്ത് മയക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഡോക്ടർ, കുഴപ്പമില്ല, കാരണം കഴിഞ്ഞാണല്ലോ, നമുക്കറിയാമല്ലോ അതിനെ കുറിച്ച്. എന്നിട്ട് ഇതേപോലെ പിറ്റേ ദിവസം പറഞ്ഞു രാത്രി ഒന്നും ഫുഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എല്ലാം സഹിക്കാം, എന്താണെങ്കിലും ഇതിപ്പോ ചെറിയൊരു സംഭവമാണ്, ഒരു 10 മിനിറ്റിന്റെ അല്ലെങ്കിൽ 15 മിനിറ്റിന്റെ കാര്യങ്ങളാണ് ഇങ്ങനത്തെ കാര്യം. അനസ്തേഷ്യ കൊടുക്കണം. അനസ്തേഷ്യ കൊടുക്കൽ മാത്രല്ല, അതിന്റെ നമുക്കൊരു സംഭവം തരുമല്ലോ, ഒപ്പിട്ട് കൊടുക്കല. അയ്യോ, അത് അതിലേറെയാണ്. അതൊക്കെ നമ്മള് വായിക്കുമ്പോ നമുക്കൊരു ടെൻഷൻ. അത് അങ്ങനെ. പക്ഷെ മോളേനെ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം എഴുതണം. ഒരെണ്ണം ഒരു നോട്ട്ബുക്കിലും എഴുതണം, ഒരെണ്ണം ആ ഒരു പേപ്പറിലും. ഈ തന്ന സംഭവം അതേപോലെ നമ്മുടെ കൈയക്ഷരത്തിൽ എഴുതിയിട്ട് സൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ എന്നിട്ട് രാത്രി ഇതൊക്കെ ചെയ്ത്, എന്നാലും നമുക്ക് കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് ടെൻഷൻ തന്നെയാണല്ലോ. അതിപ്പോ എന്തൊക്കെയാണെങ്കിലും അതൊരു ടെൻഷൻ. ഇപ്പൊ പിള്ളേർക്കാണെങ്കിലും ഒരു പനി വന്നാൽ പോലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ, അങ്ങനത്തെ ഒരു ഇതാ. അപ്പൊ എന്നിട്ട് പിറ്റേ ദിവസം ഇതുപോലെ രാവിലെ നേരത്തെ ഡോക്ടർ വന്നു. അങ്ങനെ അനസ്തേഷ്യ. അപ്പൊ അവളോട് എന്തോ ടേബിളോ എന്തൊക്കെയോ ചൊല്ലാൻ പറഞ്ഞു ഡോക്ടർ. അങ്ങനെ പറഞ്ഞ് അങ്ങനെ മയക്കി അതെടുത്തു. അപ്പൊ എന്നിട്ട് അവള് പറയാ മയക്കം തെളിഞ്ഞപ്പോ. പക്ഷെ മോൾക്ക് ബോധം തെളിയുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും, മോനുണ്ടായ പോലത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവള് നോർമലായിട്ട് തന്നെ എണീറ്റു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതാരാ നോക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അവള് പറയാ ഇത്രയേ ഉള്ളൂല്ലേ, അപ്പൊ പിന്നെ ചെവിയിൽ ഇനിയിപ്പോ എന്തിട്ടാലും പ്രശ്നമില്ലേ അല്ലേ എന്ന്. അങ്ങനെ
അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ എന്താ പറയാ രണ്ട് കഥകള് രണ്ട് മക്കളുടെ ഒരേ എക്സ്പീരിയൻസ്. അതെ അതെ അതെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കുഞ്ഞുകുട്ടികളുടെ കാര്യത്തിലൊക്കെ. കാരണം ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാലേ ഭയങ്കര നമുക്ക് തന്നെ ആകെ ടെൻഷൻ ആയിരിക്കും. ചെവിയില് നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ അനസ്തേഷ്യ കൊടുക്കേണ്ടി വരും. അത് ചെറിയ പരിപാടിയാണ്, പക്ഷെ നമുക്ക് ബോധം കെടുത്തുമ്പോ ഒരു ടെൻഷൻ. കുഴപ്പമില്ല, അങ്ങനെയല്ല, കൊടുക്കേണ്ടതിന് ഇപ്പൊ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ, അത് ചെയ്യാൻ തന്നെ വേണമല്ലോ. എന്നാലും എന്താ പറയാ ധൈര്യമൊക്കെ എന്നെ പോലെ അങ്ങനെ. അപ്പൊ പിന്നെ ഇപ്പൊ അവിടെ സിസ്റ്റർമാരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോ അത് ചില കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ, അപ്പൊ പിന്നെ ഇത് കൊടുത്തിട്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അത് അവിടെ ഇരുത്താനും പറ്റില്ല, അത് എടുക്കുകയും വേണം. അപ്പൊ പിന്നെ ഇതന്നെയല്ലോ നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിട്ടാക്കുക. അപ്പൊ പിന്നെ അങ്ങനെ സമാധാനായി. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ എന്താ പറയാ രണ്ട് മക്കളുടെ രണ്ടുപേരും കാണിച്ചു കൂട്ടിയൊരു കുസൃതി വിക്രസുകള് പറഞ്ഞതാണ് കേട്ടോ. അതിപ്പോ കൊറേ കുട്ടികൾ മോനാണെങ്കിൽ അവിടെ താമസിക്കുമ്പോ എത്ര കൊല്ലം മുന്നേ മറ്റേ വിഷുവിന് പടക്കം പൊട്ടിക്കണത് കേൾക്കുമ്പോ അവന് ആ സൗണ്ട് കേൾക്കുമ്പോ പേടിയായിട്ട് റൂമിനുള്ളിൽ പോയതാ. അപ്പൊ അവന്റെ കയ്യിൽ എന്തോ ഉണ്ട്, അപ്പൊ അത് കഴുകാൻ വേണ്ടി കമ്പിത്തിരിയുടെ മരുന്ന്, കമ്പിത്തിരി കത്തിക്കാൻ ഇഷ്ടം അവന്. അപ്പൊ അത് കഴുകാൻ വേണ്ടി പോയിട്ട് പ്രില്ലൊക്കെ എടുത്ത് അവനെ കൈയൊക്കെ കഴുകി ഭയങ്കര വൃത്തി കൂടുതലായിരുന്നു കേട്ടോ. അവന് ചെറുപ്പത്തിൽ ഭയങ്കര വൃത്തിയാണ്. എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അപ്പം സോപ്പിട്ട് കൈ കഴുകുക അങ്ങനെയായിരുന്നു. അത് കാരണം കൊറോണ സമയത്തൊക്കെ ഒരു പേടി പേടിക്കണ്ടാവും, എപ്പോഴും കൈ കഴുകും. ഇപ്പോഴും ഉണ്ട് കേട്ടോ അത് കൂടുതലാ. അതന്നെ. അപ്പൊ എന്നിട്ട് അവൻ കൈ കഴുകി അപ്പൊ പ്രില്ലെടുത്തിട്ട് കൈ കഴുകിയിരിക്കുക അവൻ. എന്നിട്ട് അതൊക്കെ താഴെ പോയിട്ട് ആ സമയത്ത് ഒരു സ്പൈഡറിനെ കണ്ടു. സ്പൈഡറിനെ ഭയങ്കര പേടിയാ. സ്പൈഡറിനെ കണ്ട ഉടനെ പേടിച്ച് തിരിച്ചു ഓടിയ ഉടനെ ഈ വെള്ളത്തിൽ ചവിട്ടി വഴുക്കി അങ്ങനെ ഈ അടിയില് ടൈലിനോട് ചേർന്നിട്ട് ചുമരോട് ചേർത്തിട്ട് ചെറിയ ടൈൽ വെക്കില്ലേ, അതിന്റെ എഡ്ജിൽ കറക്റ്റ് ആയിട്ട് കൊണ്ടിട്ട് വലിയ മുറിവായി. വലിയ മുറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നിലവിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പുറത്ത് ഇങ്ങനെ അപ്പൊ ഉണ്ണേട്ടൻ ഉള്ളിലേക്ക് പോയിട്ട് നോക്കിയപ്പോ കുട്ടീനെ എടുത്തിട്ട് വരുന്നു. കുട്ടിയുടെ മുഖം മുഴുവനും ചോര, വലിയ മുറിവായിരുന്നു. ഒന്നും പറയണ്ടല്ലേ. അതെ. അപ്പൊ ഉണ്ണേട്ടന് ടെൻഷനായി. ഞാൻ ഓടിപ്പോയിട്ട് കുട്ടിയുടെ മുഖം ഫുള്ള് ചോരണ്ട്. ഞാൻ തലകറങ്ങി വീണു അവിടെ. അയ്യോ, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, കുറച്ച് ധൈര്യമൊക്കെ വേണം. ഭയങ്കര പേടിയാ. പെട്ടെന്ന് ഈ ചോര അങ്ങനെ ഒഴുകണ നമ്മുടെ കുട്ടിയുടെ മേത്ത് ഈ മുറിവ് കാണാൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, മുഖം കാണില്ല, അത്രയും ചോര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളത് കാണുമ്പോ എന്തേലും എനിക്ക് കണ്ടപ്പോ തന്നെ ഞാൻ അങ്ങനെ വീണു. എന്നിട്ട് പിന്നെ ഉണ്ണേട്ടൻ ഇവള് ബോധം കെട്ട പോലെ കിടക്കുക. അപ്പൊ എനിക്ക് ആരെയാണ് നോക്കണ്ട പിടുത്തില്ല. അവനാണെങ്കിൽ സംസാരിക്കുന്നത്. അവൻ പറഞ്ഞിട്ട് അച്ഛൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ എനിക്ക് കുഴപ്പമില്ലെന്ന് അവൻ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എണീപ്പിച്ച് പിന്നെ നേരെ ഇതേപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ. അപ്പൊ ഡോക്ടർ നോക്കിയപ്പോ കുറച്ച് ആഴത്തിലുള്ള മുറിവാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്ലാസ്റ്റിക് സർജറി അത് ചെയ്യണം. അപ്പൊ അപ്പോഴാണ് ആ മുറിവ് അതായത് അറിയാതിരിക്കാൻ വേണ്ടിട്ടേ അപ്പൊ ചെയ്തു. എന്നിട്ട് അത് ഇതേപോലെ തന്നെ അന്ന് പിറ്റേ ദിവസം അതേപോലെ തന്നെ അന്നോ അതിന് പിറ്റേ ദിവസം അതേമാതിരി. നമുക്ക് പിന്നെ വർഷങ്ങളോളായിട്ട് ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. അത് കാരണം എല്ലാ ഹോസ്പിറ്റൽ കേസുകളും മെഡിക്കൽ ഇൻഷുറൻസിനാണ്ട് പോകും. അത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ വളരെ ഗുണം ചെയ്യണ കാര്യം കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് വളരെ ഗുണം ചെയ്യും. കാരണം ഞങ്ങൾക്ക് എല്ലാ ഹോസ്പിറ്റൽ കേസുകളും ഇതുപോലെ ഈ ഇൻഷുറൻസിലാണ് കവർ ചെയ്ത് പോകുന്നത്. 10-15 വർഷമായിട്ടുണ്ടല്ലേ നമുക്ക്. പനി, കുട്ടികൾ ചെറുതായിരിക്കുമ്പോ ഈ പറഞ്ഞ മാതിരി ജലദോഷം, കഫക്കെട്ട്, അങ്ങനത്തെ സംഭവങ്ങള്, വൈറൽ ഫീവർ ഇതൊക്കെ വരുമ്പോഴൊക്കെ 5 ദിവസം അഡ്മിറ്റ് ആണ്. അല്ല ഈ ആ ടൈപ്പ് പനികളൊക്കെ 5 ദിവസം കണക്കാണല്ലോ. കറക്റ്റ് 5 ദിവസം കഴിഞ്ഞാലേ അത് മാറുള്ളൂ. അപ്പോഴൊക്കെ ഇതുപോലെ അഡ്മിറ്റ് ആവും. അപ്പൊ കെട്ടും കിടക്കരുത് അങ്ങോട്ട് പോയി ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചേല് അപ്പോഴൊക്കെ ഇൻഷുറൻസ് ഉള്ള വലിയ കാര്യമാണ്. അപ്പൊ നമ്മള് ചിലരൊക്കെ പറയും ഇൻഷുറൻസ് ഒക്കെ കുറെ പൈസ ഉള്ളവർക്കാണ്, നമ്മളെ കൊണ്ട് സാധാരണക്കാർക്ക് പറ്റില്ല. പക്ഷെ സാധാരണക്കാർക്കാണ് ഇൻഷുറൻസ് വേണ്ടത്. കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എടുക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പൊ ഇൻഷുറൻസ് വലിയൊരു ഗുണം ചെയ്യും. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം എന്നില്ലല്ലോ, പെട്ടെന്ന് ഒരു ഇത്ര എമൗണ്ട് വരും. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ അനസ്തേഷ്യയുടെ ഈ കാര്യം തന്നെയാണെങ്കിൽ അതിന് തന്നെ നല്ല ചാർജ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വരുമ്പോ നമുക്ക് അമ്മ തന്നെ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ 2 കൈ ഒടിഞ്ഞു. വണ്ടി അനിയന്റെ അടുത്ത് വണ്ടി പെട്ടെന്ന് എടുത്തപ്പോ വീണതാ. വണ്ടി റണ്ണിങ്ങിലല്ല, പെട്ടെന്ന് എടുത്തപ്പോണ്ട് അമ്മ വീണതാ, കൈ ഒടിഞ്ഞു. പിന്നെ അമ്പലത്തിൽ പോയപ്പോ വഴിക്ക് വീണു. മഴക്കാലമായിരുന്നു. ഇവിടെ ഈ കൈയിന്റെ ഈ ഭാഗത്തുള്ള ജോയിന്റ് അങ്ങനെ. അപ്പൊ ഇതൊക്കെ
ഇൻഷുറൻസിലാണ് പോയത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇൻഷുറൻസിന്റെ വലിയൊരു ഗുണമാണ് ഇൻഷുറൻസ്. അതെ അപ്പൊ അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് എന്താ പറയാ പിള്ളേരുടെ ഒരു കാര്യങ്ങള് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ ഒരു ഇങ്ങനത്തെ ഒരു അനുഭവം ഞങ്ങള് ഷെയർ ചെയ്തതാണ് കേട്ടാ. അപ്പൊ കുഞ്ഞുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചെറുതാ സാധനം ശ്രദ്ധിക്കുക. മൂക്കിൽ കൊണ്ടിടും, മൂക്കിൽ കൊണ്ടിടല്ലോ. എന്റെ മോനെ ആ മുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് കമ്മലുണ്ടല്ലോ, ചേച്ചിക്ക് ഇതുപോലെ 2 ഇതിപ്പോ കമ്മലായിട്ട് ഇട്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം 2ലും ഇടണമെങ്കിൽ അവൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക അല്ലേ. അപ്പൊ അതിപ്പോ എന്താ പറയാ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഞങ്ങൾക്ക് അല്ലേ കേട്ടാ. എല്ലാരും കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതെ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.